ഇനി ഒരു 5-10 വർഷം കഴിഞ്ഞാൽ ഈ കല്യാണം എന്ന് പറയുന്ന സംഭവമില്ലേ, അത് വലിയ ടാസ്ക് ആവുന്ന പറയുന്നത്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ പുരുഷന്മാർക്ക് പെണ്ണ് കിട്ടാൻ പാടായിരിക്കും, കേരളത്തിലടക്കം ഇപ്പൊ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. എന്തുകൊണ്ടാന്ന് മനസ്സിലാക്കിയിട്ടുണ്ടോ? ഇല്ല. പെണ്ണുങ്ങളുടെ എണ്ണം കുറഞ്ഞിട്ടാ? അല്ല. പിന്നെ എന്തുകൊണ്ടാ? കൂടുതൽ പെണ്ണുങ്ങളും സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങിയെന്ന് തോന്നുന്നു. രാണിനെ സംബന്ധിച്ച് അവനക്ക് വരുമാനം വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ, പണം വന്നു തുടങ്ങിക്കഴിഞ്ഞാൽ അവനക്ക് കുടുംബം വേണം. പക്ഷെ ഒരു പെണ്ണിനെ സംബന്ധിച്ച് അവർക്ക് കൗമാരപ്രായത്തിൽ ലവും കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം, പക്ഷെ സ്വന്തമായിട്ട് നല്ല വരുമാനം വന്നു തുടങ്ങുമ്പോൾ അവൾക്കൊരു പുരുഷന്റെ സഹായം അല്ലെങ്കിൽ ഒരു പുരുഷൻ എന്നുള്ളത് നിർബന്ധമില്ല. പക്ഷെ ഇത് രണ്ടും എല്ലാവരിലും അല്ല, പക്ഷെ ഭൂരിപക്ഷം പേരുടെയും ആണായാലും പെണ്ണായാലും ഞാൻ ഈ പറഞ്ഞ രീതിയിലാണ് ചിന്താഗതി. പക്ഷെ നമ്മള് പുരുഷന്മാർ ഒരു പ്രായത്തിൽ ഇങ്ങനെ ചിന്തിക്കും പെണ്ണ് കെട്ടി നല്ല സുഖമായിട്ട് ജീവിക്കാൻ നല്ലത്. പെണ്ണ് കെട്ടിയാലേ മനസ്സിലാവും. അതിപ്പോ തിരിച്ചു അങ്ങനെ തന്നെയല്ലേ? നിങ്ങൾക്ക് എന്താ കുഴപ്പം? അപ്പൊ നിങ്ങൾക്ക് എന്താ കുഴപ്പം? നമുക്ക് ഒരു പ്രശ്നമില്ല. നമ്മള് ചാലഞ്ചുകൾ എടുക്കാൻ തയ്യാറുള്ള ആൾക്കാർ. അവന് ഫുള്ളി ഫ്രീ ആയിട്ട് നടക്കുന്ന ഒരു സിറ്റുവേഷൻ നിന്നാണ് പെണ്ണ് കെട്ടി സുഖമായിട്ട് ജീവിക്കാൻ എന്ന ചിന്തയിലൂടെ പെണ്ണ് കെട്ടാൻ തയ്യാറായി കൊടുക്കുന്നത് വീട്ടുകാരുടെ മുമ്പ്. അങ്ങനെ കല്യാണം കഴിഞ്ഞ് ഭാര്യ എന്ന ഉത്തരവാദിത്തം ആദ്യം വരുന്നു. അവരുടെ കുറെ ഉത്തരവാദിത്തങ്ങൾ വേറെയും ചിലതൊക്കെ ഏറ്റെടുക്കുന്നു. പിന്നെ പല തിങ്സുകൾ വാങ്ങലും അതും ഇതല്ല കേട്ടോ. അതിന്റെ കൂടെ മക്കളാകുന്നു, മക്കളുടെയും ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. അതായത് ഫുള്ളി ഫ്രീ ആയിട്ടുള്ള ഒരു മനുഷ്യൻ പെട്ടെന്ന് ഉത്തരവാദിത്തങ്ങളുടെ നടുവിലേക്ക് ഇങ്ങനെ അങ്ങ് പോവുകയാണ്. കുറിപ്പുകളും എഴുത്തുകളും ഗാനങ്ങളും ഒക്കെ ഉമ്മയെ കുറിച്ചാണ്. പക്ഷെ ഈ ഉപ്പ എന്ന കഥാപാത്രത്തെ കുറിച്ച് വലുതായിട്ട് അങ്ങ് ആലങ്കാരികമായിട്ട് എവിടെയും പറയുന്നില്ല. കാരണം ഞങ്ങൾ കാണിക്കൂല, എക്സ്പ്രസീവ് ഇല്ല. നിങ്ങളിപ്പോ 5 കുട്ടികളെ വീട്ടിൽ നിന്ന് നോക്കുന്നതിന് ഒരു ദിവസം 100 പ്രാവശ്യം പറയുന്നുണ്ടെങ്കിൽ ഈ 5 കുട്ടികൾക്ക് തിന്നാനുള്ളതും താമസിക്കാനുള്ളതും എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന ഞാൻ മാസത്തിൽ ഒരു വട്ടം പറഞ്ഞതായി. വ്യത്യാസം മനസ്സിലായി. നിന്നെ കുറ്റപ്പെടുത്തുന്നതല്ല, നിന്റെ ബുദ്ധിമുട്ട് ഒരുപാടുണ്ടെങ്കിലും ഞങ്ങളുടെ ബുദ്ധിമുട്ട് ഞങ്ങൾക്കത് രസകരമായിട്ടുള്ള ഒരു ചാലഞ്ചാണ്. എനിക്ക് പെണ്ണുങ്ങൾക്ക് അങ്ങനെ പറയണം തോന്നും. പറഞ്ഞു കഴിഞ്ഞാല് അവർക്ക് അങ്ങനെ ആശ്വാസം. വേറൊരു കാര്യം, പ്രകൃതിയുടെ ഒരു കാര്യമാണ്. നമ്മൾ എത്രത്തോളം ബുദ്ധിമുട്ട് പറയുമ്പോൾ അത് നിങ്ങൾക്ക് വലിയ റിസ്ക് ഉള്ള ടാസ്ക് ആയിട്ട് മാറുക ചെയ്യാം. പറയാതെ രസകരമായിട്ട് അത് ഹാൻഡിൽ ചെയ്ത് തുടങ്ങുമ്പോൾ അത് ഈസി ആയിട്ട് നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും. പറയുമ്പോ ഇങ്ങനെ പറയുന്ന പെണ്ണുങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ ആ പെണ്ണുങ്ങളെ ഭർത്താക്കന്മാർ ശ്രമിക്കണം എന്നുള്ളത് മറ്റൊരു കാര്യം. അതാണ് അതെന്ന് പറഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോ പിന്നെ അതിന് അവരെ കൂടുതൽ ഇങ്ങനെ തളർത്തുന്ന തരത്തിലോ അല്ലെങ്കിൽ അത് ഇതൊക്കെ എന്തിനാ ഇത്ര പോലെ ഇത്ര വലിയ കാര്യമായിട്ട് പറയണ്ടുണ്ടോ എന്നൊക്കെ പറയാണ്ട് ശരിയാ നീ ചെയ്യുന്നത് കുറച്ച് പാട് തന്നെയാ അങ്ങനെയൊക്കെ പറഞ്ഞ് കുറച്ചും കൂടി മോട്ടിവേറ്റ് ചെയ്യണം. അത് ഞാൻ ഇനി ശ്രദ്ധിച്ചോളാം.